ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാറിനും സാരിക്കും യോജിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലായിട്ടാണ് കേട്ടോ. നല്ലൊരു ബ്രെയ്ഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ബ്രെയ്ഡിന്റെ പേര് ഡച്ച് ബ്രെയ്ഡ് എന്നാണ്. ഇതിന്റെ ബേസിക് ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കാം. വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ബ്രെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കുറച്ച് മുടി എടുത്തു. എന്നിട്ട് ഈ മുടീനെ നമ്മൾ 3 പാർട്ടായിട്ട് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ മുടിയാണ് നമുക്ക് നോക്കേണ്ടത്. ആ മുടിയിലൂടെയാണ് ഈ മുടിയൊക്കെ ബ്രെയ്ഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഫസ്റ്റത്തെ മുടീനെ രണ്ടാമത്തെ മുടിയുടെ താഴെ കൂടെ ആയിട്ട് എടുത്തു. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് വന്ന മുടി ഉണ്ടല്ലോ, ആ മുടിയിലേക്ക് ബാക്കിയുള്ള മുടി ഒന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിന് കുറച്ച് കട്ടിയായി. അപ്പോൾ ആ കട്ടിയുള്ള മുടീനെ അവിടെ നിന്ന് മാറ്റി വെച്ചു. എന്നിട്ട് നടുക്കത്തെ മുടി ഉണ്ടല്ലോ, ആ മുടീനെ മൂന്നാമത്തെ മുടിയുടെ മേലേക്കോട്ട് എടുത്തു. എന്നിട്ട് ആ മുടിയിലേക്ക് ബാക്കിയുള്ള മുടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് വരികയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിലെ ആ കട്ടിയുള്ള നല്ല കനമുള്ള മുടി ഉണ്ടല്ലോ, ആ മുടീനെ വീണ്ടും രണ്ടാമത്തെ മുടിയുടെ താഴേക്കൂടെ ആയിട്ട് എടുത്തു. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് വന്ന മുടീനെ ബാക്കിയുള്ള മുടികളായിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ. എന്നിട്ട് നടുക്കത്തെ മുടീനെ വീണ്ടും മൂന്നാമത്തെ മുടിയുടെ മേലെ കൂടെ ആയിട്ട് എടുത്തു. എന്നിട്ട് ആ മുടിയിലേക്ക് ബാക്കിയുള്ള മുടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുന്നു. ഇതുപോലെ ഫസ്റ്റത്തെ മുടീനെ രണ്ടാമത്തെ മുടിയുടെ താഴെ കൂടെ എടുക്കുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് വന്ന മുടിയിലേക്ക് വീണ്ടും ബാക്കിയുള്ള മുടികൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അങ്ങനെ ഈ ബ്രെയ്ഡ് ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കി കറക്റ്റായിട്ട് ഈ 3 മെടച്ചിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മെടച്ചിൽ പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ നമുക്കത് തന്നെ മെടഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡച്ച് ബ്രെയ്ഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഹെയറിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ നമുക്ക് അതുപോലെ ഹെയറിൻ്റെ ലാസ്റ്റ് വരേക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസി ബ്രെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയായിരിക്കും സാരിക്കും ചുരിദാറിനൊക്കെ. ഇനി ഞാൻ എൻ്റെ മുടിയിലൊന്ന് ചെയ്ത് നോക്കി. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷാമ്പു ചെയ്യാത്ത മുടിയാണ്, പക്ക ഓയിലി ഹെയർ ആണ്. ഇത് ശരിക്കും എനിക്ക് അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലായിട്ട് തോന്നി. കാരണം ഓയിലി ഹെയറുകാർക്ക് പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. നന്നായി ഒതുങ്ങി നിൽക്കും ഈ ഒരു സ്റ്റൈല്. സാധാരണ ബ്രെയ്ഡിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്, നല്ല ഭംഗി തന്നെയായിരിക്കും. കണ്ടില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് ബ്രെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിൻ്റെ ഉള്ളിലേക്കായിട്ട് ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് അതിന് നേരെ ഓപ്പോസിറ്റ് ഹെയറിൻ്റെ പുറത്തേക്കായിട്ട് നമ്മൾ ബ്രെയ്ഡ് ചെയ്യുന്നതാണ്. ഇത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ബ്രെയ്ഡ്. നന്നായിട്ടുണ്ട്. ഇത് ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് ചെറിയൊരു ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ കൈ കൊണ്ട് ചെയ്യുന്ന ആ ഒരു വേ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ചുരിദാറിനും സാരിക്ക് പറ്റിയ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റൈൽ അല്ലേ? അപ്പോൾ എന്തായാലും എല്ലാ കുട്ടികളും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൻ്റെ ബട്ടൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.